ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെ അകമ്പടിയോടെയും അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ ചൈതന്യത്തോടും കൂടെ നമ്മൾ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 16-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വാസ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ച് കൂടുതൽ നന്നായിട്ട് ഒരുങ്ങാം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 9 ദിവസങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ അവശേഷിക്കവേ ഇന്നത്തെ ധ്യാന വിചിന്തനത്തിലേക്ക് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 59, 60, 61 വാക്യങ്ങളാണ്. ഈ 3 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി അതൊന്ന് ശ്രവിക്കുക. വചനം ഇങ്ങനെയാണ്: 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേരു നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശ്രദ്ധിക്കുക, സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സ്നാപക യോഹന്നാൻ ജനിക്കുന്നു. ഉടനെ അത് വലിയ ആനന്ദത്തിന് കാരണമായി തീരുന്നു. എലിസബത്തിൻ്റെയും സക്കറിയായുടെയും അയൽവക്കക്കാരും ബന്ധുക്കളും എല്ലാം ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാമത്തെ ദിനം എത്തി. അപ്പം ബന്ധുക്കളും അയൽവക്കക്കാരും എല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വന്നു ചേർന്നു. അവർ ആഗ്രഹിച്ചു ശിശുവിന് പേര് കൊടുക്കാൻ. ശിശുവിന് പേര് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് സക്കറിയ എന്നായിരിക്കണം എന്നതായിരുന്നു അയൽവക്കക്കാരുടെയും ബന്ധുക്കളുടെയും ഒരു ചിന്ത. എന്നാൽ സ്നാപക യോഹന്നാന്റെ അമ്മയായ എലിസബത്ത് പറയുകയാണ്, ശിശുവിന് സക്കറിയ എന്ന പേരല്ല നൽകേണ്ടത്, ശിശുവിൻ യോഹന്നാൻ എന്ന പേരാണ് നൽകേണ്ടത്. ദൈവിക പദ്ധതി അത് അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എലിസബത്ത് പറയുകയാണ്, യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടണം. ഉടനെ ഈ അയൽവക്കക്കാരും ബന്ധുക്കളും ഒരു ന്യായം പറയുന്നുണ്ട്. ആ ന്യായം എങ്ങനെയാണ്? അതിന് നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ എലിസബത്ത് പരിശ്രമിക്കുമ്പോൾ എലിസബത്തിന്റെ പരിശ്രമത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പറ്റം മനുഷ്യർ. എലിസബത്ത് ആഗ്രഹിക്കുന്നത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ്. അവൻ യോഹന്നാൻ എന്നാണ് വിളിക്കപ്പെടേണ്ടതെന്ന് കൃത്യമായിട്ട് അരുളപ്പാടുണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ പലരും പറയുന്നു, അത് അങ്ങനെ അല്ല കേട്ടോ വേണ്ടത്. ഒരു മുട്ടാപ്പോക്ക് ന്യായം അവർ കണ്ടെത്തുന്നു. അവർ കണ്ടെത്തുന്ന ഒരു ന്യായം ഇതാണ്: നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്താനായിട്ട് പല പ്രിയപ്പെട്ടവരും പല ബന്ധുക്കളും പല അയൽവക്കക്കാരും ഒരു പക്ഷേ നമ്മെ സമീപിച്ചേക്കാം. ആ സമയത്ത് എലിസബത്തും സക്കറിയായും ധീരമായി ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് നിലകൊണ്ടതുപോലെ നമുക്ക് നിലകൊള്ളണം. ഒരുപക്ഷെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ പയ്യൻ, അവൻ സെമിനാരിയിൽ പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം അവൻ്റെ അപ്പനെയും അമ്മയെയും അറിയിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പനും അമ്മയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ ബന്ധുക്കളിൽ ആരെങ്കിലും ഈ അപ്പനോടും അമ്മയോടും വന്ന് പറഞ്ഞേക്കാം, ഓ, കൊച്ചിനെ സെമിനാരി തന്നെ വിടേണ്ടതുണ്ടോ, അല്ല ഇപ്പം തന്നെ വിടേണ്ടതുണ്ടോ, കുറച്ചുകൂടെ കാലഘട്ടം പിന്നിട്ടിട്ട് കാര്യമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് പോരെ. ഈ രീതിയിൽ ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ ആരെങ്കിലും ശ്രമിച്ചേക്കാം. ചിലപ്പോൾ ഒരു ആഘോഷം വീട്ടിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഒരല്പം മദ്യസൽക്കാരമില്ലാതെ എന്താഘോഷം എന്നുള്ള രീതിയിൽ പലരും ഒരു കമന്റ് പറയുന്നത് കേട്ട് നമ്മൾ മദ്യസൽക്കാരത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഇച്ഛയെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ചിലരുടെ മുട്ടാപ്പോക്ക് ന്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പരീക്ഷ എഴുതുന്ന ഒരു കൊച്ച്, അവനോട് അവൻ്റെ കൂട്ടുകാർ പറയുകയാണ്, എടാ, കോപ്പി അടിക്കാതെ പരീക്ഷ എഴുതുന്ന ആരുണ്ടാ, ഇച്ചിരിയൊക്കെ കോപ്പി അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു മുട്ടാപ്പോക്ക് ന്യായം അവൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരുപക്ഷെ വന്നേക്കാം. ആ സമയത്തും ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവൻ പൂർത്തിയാക്കട്ടെ, നമ്മൾ പൂർത്തിയാക്കട്ടെ.
ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ആഗ്രഹം എപ്പോഴും തന്നെ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കാം. ആരെങ്കിലും മറ്റെതിരഭിപ്രായം മുന്നോട്ട് കൊണ്ടുവന്നാലും ഞാൻ കൊടുക്കേണ്ട പ്രാധാന്യം കർത്താവിൻ്റെ ഇച്ഛയ്ക്ക്, കർത്താവിൻ്റെ ആഗ്രഹത്തിന് തന്നെ ആയിരിക്കട്ടെ. ഈശോയുടെ മുഖത്തെ ശാന്തത, ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വിറകുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.